everyone, welcome to Geopolitics Decoded. കഴിഞ്ഞ തവണത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നെക്സ്റ്റ് ടൈം നമ്മൾ കാണുമ്പോൾ ഇൻഡോ യു എസ് ട്രേഡ് ഡീലിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്നാണ്. എന്നാൽ അതിനിടയിൽ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജിയോ പൊളിറ്റിക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ഇസ്രയേൽ ഇറാൻ യു എസ് വാറിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. കെവിൻ, ഈ മിഡിൽ ഈസ്റ്റേൺ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു കറണ്ട് സിനാരിയോ തന്നെ, വാർ സിനാരിയോ തന്നെ ഇന്നോ ഇന്നലെ തുടങ്ങിയ ഒരു കാര്യമല്ല. അപ്പൊ വാട്ട് ഇസ് ദ ഹിസ്റ്ററി ബിഹൈൻഡ് ദാറ്റ്? എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം എവിടെ നിന്നാണ്? നിത്യ കൺഫ്യൂഷനെ കുറിച്ച് പറഞ്ഞു. അത് ഈ വാറിനെ കുറിച്ചും മിഡിൽ ഈസ്റ്റിന്റെ ജോഗ്രഫിനെ കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചും മാത്രമല്ല, അതിന്റെ ഇൻ ഇറ്റ്സ് വെരി നെയിം പീപ്പിൾ ആർ കൺഫ്യൂസ്ഡ്. ചിലരെ മിഡിൽ ഈസ്റ്റ് എന്ന് വിളിക്കുന്നു, മറ്റു ചിലരെ വെസ്റ്റ് ഏഷ്യ എന്ന് വിളിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഏഷ്യയാണ്. കാരണം വെസ്റ്റേൺ പാർട്ട് ഓഫ് ഏഷ്യ, കാരണം നമ്മൾ സൗത്ത് ഏഷ്യയിലാണ്. പക്ഷേ യൂറോപ്യൻസിനും അമേരിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് മിഡിൽ ഈസ്റ്റ്. അവർ ഈസ്റ്റിലോട്ട് നോക്കുമ്പോൾ മിഡിലാണ് അവിടെ, പിന്നെ ഫാർ ഈസ്റ്റ് ആണ് നമ്മുടെ ചൈന. സോ പലപ്പോഴും ഇന്റർനാഷണൽ മീഡിയാസിൽ എപ്പോഴും മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു വരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വെസ്റ്റ് ഏഷ്യ ആണ്. അപ്പം വെസ്റ്റ് ഏഷ്യൻ കോൺഫ്ലിക്റ്റും മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റും രണ്ടാണോ എന്ന് കരുതുന്നവർ വരെ ഉണ്ട്. ഈ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഹിസ്റ്ററി പറയണം. മിഡിൽ ഈസ്റ്റിൽ എപ്പോഴും നമ്മൾ കോൺഫ്ലിക്റ്റ് കേൾക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലുമായി ചുറ്റിപ്പറ്റിയാണ് അധികവും നമ്മൾ കേൾക്കുന്ന കോൺഫ്ലിക്റ്റ്. പക്ഷേ ഇതിനൊരു വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. അപ്പം നമുക്ക് പോകുമ്പോൾ ഒത്തിരി പുറകോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ പോയാൽ ഈ പോഡ്കാസ്റ്റ് മതിയാവില്ല. 1956 അന്നത്തെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ നാസർ സിയൂസ് കനാലിനെ നാഷണലൈസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അതിനെതിരെ ബ്രിട്ടനും ഫ്രാൻസും ഇസ്രായേലും കൂടെ ഒന്നിച്ച് ഒരു മിലിറ്ററി ഓപ്പറേഷൻ തുടങ്ങി. അന്ന് അവരെ തടഞ്ഞത് അവരുടെ തന്നെ അലയായ യു എസ് ആണ്. അതുവഴി യു എസ് എന്ത് ചെയ്തു? ആ ഏരിയയിലെ ഡോമിനൻസ്, അതായത് ബ്രിട്ടൻ അത്രയും കാലം അവിടെ ഡോമിനൻ്റ് ആയിരുന്ന ബ്രിട്ടൻ എന്ത് ചെയ്തു? ഒരു സ്റ്റെപ്പ് പുറകോട്ട് എടുക്കേണ്ടി വന്നു. അതേസമയം അമേരിക്ക അവിടെ ഡോമിനൻ്റ് ആയി. അമേരിക്ക അവിടെ ഡോമിനൻ്റ് ആവാനുള്ള കാരണം, അമേരിക്കക്ക് അറ്റ് എനി കോസ്റ്റ് അന്നത്തെ USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനെ ആ എനർജി റിച്ച് റീജിയനിൽ നിന്ന് അവരുടെ ഇൻഫ്ലുവൻസ് കുറയ്ക്കണമായിരുന്നു. അപ്പോൾ അമേരിക്ക അവിടെ പ്രോമിനൻ്റ് ആയി. അതോടൊപ്പം തന്നെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ബ്രിട്ടനും ഫ്രാൻസും ഒഴിഞ്ഞുപോയ ആ ഒരു മൊത്തം ഒരു സ്ട്രാറ്റജിക് ഡോമിനൻസ് അമേരിക്കയ്ക്ക് കിട്ടി. അമേരിക്ക അത് നിലനിർത്താൻ വേണ്ടി രണ്ട് മാർഗമാണ് സ്വീകരിച്ചത്. മിഡിൽ ഈസ്റ്റിൽ ഒരു ട്വിൻ പില്ലർ സ്ഥാപിച്ചു. അമേരിക്കൻ സാമ്രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ട്വിൻ പില്ലേഴ്സ്. ഒന്ന് ഇറാൻ ആയിരുന്നു, മറ്റൊന്ന് സൗദി ആയിരുന്നു. സൗദിനെ മിഡിൽ ഈസ്റ്റിന്റെ, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റ് ഏഷ്യയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലൈസർ ആക്കി US വളർത്തിക്കൊണ്ടുവന്നു. അതേസമയം ഇറാനെ ഒരു മിലിറ്ററി സ്റ്റെബിലൈസർ, അല്ലെങ്കിൽ മിലിറ്ററി എൻഫോഴ്സർ ആക്കി കൊണ്ടുവന്നു. കാരണം അന്ന് ഇറാൻ ഭരിച്ചുകൊണ്ടിരുന്നത്, ആക്ച്വലി ഇറാനിലൊരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അതിനൊക്കെ മറിച്ച് ഇട്ട് അമേരിക്ക ഒരു ഓപ്പറേഷൻ അജാക്സിലൂടെ മുഹമ്മദ് റേസ ഷാ എന്ന് പറഞ്ഞ പഹ്ലാവി ഡൈനസ്റ്റിയുടെ റൂളറിനെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ രാജ്യത്തെയും അദ്ദേഹത്തിന്റെ ഭരണത്തെയും അവർക്ക് ട്രെയിനിങ്ങും വെപ്പണും സപ്പോർട്ടും കൊടുത്ത് അവിടുത്തെ മിലിറ്ററി പവറാക്കി മാറ്റി. അതേസമയം സൗദിനെ സപ്പോർട്ട് ചെയ്തു. അവിടെ അമേരിക്കയുടെ വേറൊരു കെയർഫുൾ ബാലൻസിങ് ഉണ്ട്. സൗദി എന്ത് രാജ്യമാണ്? സുന്നിയാണ്. ഇറാൻ ഷിയ. അപ്പൊ അവിടെ ഒരു ബാലൻസിങ്, സുന്നി ഷിയ ബാലൻസിങ് അമേരിക്ക നടത്തി. ഒരാളെ ഫിനാൻഷ്യൽ സ്റ്റെബിലൈസർ ആക്കി, മറ്റൊരാളെ മിലിറ്ററി സ്റ്റെബിലൈസർ ആക്കി. പക്ഷേ 1978-79 കാലത്ത് അമേരിക്ക വിചാരിക്കാത്ത ഒരു കാര്യം നടന്നു. 78 അമേരിക്ക വിചാരിച്ചൊരു കാര്യം അതിനു മുമ്പ് നടന്നു. ഈജിപ്തിൽ പുതിയൊരു പ്രസിഡന്റ് വരുന്നു, അൻവർ സാദത്ത്. അദ്ദേഹത്തെ ക്യാമ്പ് ഡേവിഡ് അക്കോർഡിലൂടെ എന്ത് ചെയ്തു? ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററുമായിട്ട് എന്ത് ചെയ്തു? ഒരു സന്ധി ഒപ്പിടിപ്പിച്ച് ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അവിടെ അവസാനിപ്പിച്ചു. ഈജിപ്ത് അറബ് രാഷ്ട്രത്തെ ഒരു പ്രധാന മിലിറ്ററി പവറാണ്. അതുവഴി അമേരിക്ക ഒന്ന് സന്തോഷിച്ചിരിക്കുമ്പോൾ അതാ പെട്ടെന്ന് ഇറാനിൽ എന്ത് സംഭവിക്കുന്നു? ഇസ്ലാമിക് റെവല്യൂഷൻ വരും. അവിടുത്തെ ആന്റി ഷാ പ്രൊട്ടസ്റ്റേഴ്സ്, അതിൽ കമ്മ്യൂണിസ്റ്റുകാരും ഡെമോക്രസി വിശ്വസിക്കുന്നവരും അൾട്രാ ഓർത്തഡോക്സ് മുസ്ലിം ക്ലറിക്സും എല്ലാവരും ഉണ്ടായിരുന്നു. ദേ ഓൾ കെയിം ടുഗെദർ ടു ത്രോ ഹിം ഔട്ട്. അങ്ങനെ എന്താ സംഭവിച്ചത്? 1979 ഇസ്ലാമിക് റെവല്യൂഷൻ വഴി അമേരിക്കയുടെ ഏറ്റവും വലിയ അലയായിരുന്നു ഇറാൻ പിന്നീട് അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായി. അപ്പോൾ ഷാ അവിടുന്ന് എസ്കേപ്പ് ചെയ്യേണ്ടി വരുന്നു.
പിന്നീട് അവിടെ അയത്തുള്ളയുടെ നേതൃത്വത്തിൽ എന്താണ്, അയത്തുള്ള എന്ന് പറയുന്ന അവിടുത്തെ സുപ്രീം റിലീജിയസ് ലീഡറാണ്, സുപ്രീം ലീഡർ. പ്രസിഡന്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഫൈനൽ അതോറിറ്റി ഈ സുപ്രീം ലീഡറാണ് നേതൃത്വത്തിൽ ഒരു തിയോക്രാറ്റിക് റിപ്പബ്ലിക്കനിസം അവിടെ വരുന്നു. അങ്ങനെ അവിടെ തിയോക്രാറ്റിക് റിപ്പബ്ലിക്കനിസം വരുന്നതിന്റെ ഭാഗമായിട്ട് അടുത്തുള്ള രാജ്യങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. അതായത് ഈ മിഡിൽ ഈസ്റ്റിന്റെ മൊത്തം ജിയോ പൊളിറ്റിക്സിനെ മാറ്റിയ ഒരു സംഭവമാണ് ഈ ഇസ്ലാമിക് റവല്യൂഷൻ ഓഫ് 1979. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ അടുത്ത മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ സംഭവിച്ചത്? അതായത് ഈ ഇറാനിയൻ റവല്യൂഷൻ സസ്റ്റെയിൻ ചെയ്യാൻ അവർ ശ്രമിച്ചു. അതിനുവേണ്ടി ഈ ഇസ്ലാമിക് റവല്യൂഷന്റെ സ്പിരിറ്റിനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി അവർ പലസ്തീനിയൻ കോസിനെ ഉയർത്തിപ്പിടിച്ചു. അപ്പൊ അടുത്തുള്ള അറബ് രാജ്യങ്ങളിലും ഇപ്പം ഈജിപ്തില് എന്താണ് അൻവർ സാദത്ത് അസാസിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഈ ക്യാമ്പ് ഡേവിഡ് ഒപ്പിട്ടതിന്റെ ദേഷ്യം കൊണ്ടാവണം. അപ്പൊ അടുത്തുള്ള അറബ് രാജ്യങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഒരു ഇസ്ലാമിക് റവല്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി അവിടുത്തെ കൺസർവേറ്റീവ് മൊണാർക്കീസ് എന്ത് ചെയ്തു, അവിടെയുള്ള റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് എലമെന്റ്സിനെ ഒന്ന് അപ്പീസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റ് ഐഡിയോളജിയുടെയും ഇസ്ലാമിസ്റ്റ് ആക്ടിവിറ്റീസിന്റെയും ഗ്ലോബൽ പ്രൊപ്പഗേഷനെയും അവർ സോഫ്റ്റ്ലി സപ്പോർട്ട് ചെയ്തു. അപ്പൊ വേൾഡിലെ തന്നെ ഒരു റാഡിക്കൽ ഇസ്ലാമിന്റെ റൈസിന് ഈ 1979 ഇസ്ലാമിക് റവല്യൂഷൻ ഒരു കാരണമായിട്ടുണ്ട്. പിന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള അലൈ പോയി. അപ്പൊ അവർ അതിന് റെസ്പോൺസ് ആയിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇസ്രായേലിനെ മാക്സിമം മിലിറ്ററിലി ശക്തിപ്പെടുത്താൻ നോക്കി. അതേസമയം അടുത്തുള്ള കൺസർവേറ്റീവ് മൊണാർക്കീസിനെ സ്ട്രെങ്തൻ ചെയ്തു. അതേപോലെ തന്നെ അവിടെ സ്റ്റെബിലൈസേഷൻ കൊണ്ടുവന്നു. അവിടെയുള്ള ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടി. കാരണം ഈ 1979 ഒരു ഓയിൽ ക്രൈസിസ്, എനർജി ക്രൈസിസ് പോലെ വന്നിരുന്നു. 73 അതിനു മുമ്പ് വന്നു, 79 വന്നു. അപ്പം അമേരിക്കയും മറ്റ് വെസ്റ്റേൺ പവേഴ്സും എന്ത് ചെയ്തു, എനർജി ഡൈവേഴ്സിഫിക്കേഷൻ, അവരുടെ ന്യൂക്ലിയർ എനർജി അതിലേക്ക് തിരിഞ്ഞു. ഈ പെട്രോളിയത്തിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റ് ഏരിയയിൽ, ഇപ്പൊ മെക്സിക്കോയിൽ അമേരിക്കയിലൊക്കെ എന്ത് ചെയ്തു, ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടി. ലാറ്റിൻ അമേരിക്കയിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടാൻ ശ്രമിച്ചു. പിന്നെ പ്രധാനമായി അവർ ചെയ്തൊരു കാര്യം, മറ്റ് കൺസർവേറ്റീവ് അറബ് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്തപ്പോൾ അവരുടെ എനർജി പ്രൊഡക്ഷൻ അതുവഴി അവരുടെ വെൽത്ത് ഒക്കെ കൂട്ടി, ഇക്കണോമിക് ഡിപ്ലോമസി വഴി. പക്ഷേ ഇവരുടെ പ്രോഫിറ്റിനെ അമേരിക്കൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവർ ശ്രമിച്ചു. കാരണം എന്താണ്, അങ്ങനെയാണെങ്കിൽ ഇവരൊരിക്കലും അമേരിക്കക്കെതിരെ തിരിയില്ല. കാരണം ഇവരുടെ വെൽത്ത് അമേരിക്കയിലാണ്. അപ്പം അതാണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി. പക്ഷെ ഇറാന്റെ മേൽ അമേരിക്ക സാങ്ഷൻസും മറ്റു രീതിയിലൊക്കെ പ്രഷർ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഇറാൻ സർവൈവ് ചെയ്തു. എനിക്ക് ഈ 1979 ഈ ഒരു റെവല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ തന്നെ സാധാരണ മോഡേൺ ഡെമോക്രസീസ് കാണുന്ന അല്ലെങ്കിൽ മോഡേൺ വേൾഡ് കാണുന്ന റെവല്യൂഷനിൽ നിന്നെല്ലാം ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള റെവല്യൂഷനാണ്. സാധാരണ എല്ലായിടത്തും റെവല്യൂഷൻ ഉണ്ടാവുന്നത് വലിയൊരു പുതിയ മാറ്റത്തിലേക്കാണ്. അതാണ് ഒരു റെവല്യൂഷൻ്റെ എല്ലാം കോസ് എന്ന് പറയുന്നത്. ഒരു നമ്മുടെ ജാസ്മിൻ റെവല്യൂഷൻ എടുത്താലും അറേബ്യൻ സ്പ്രിംഗ് എടുത്താലും എല്ലാം അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചുള്ളൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ് റെവല്യൂഷൻ തന്നെ ഉണ്ടായത്. അല്ല, അതിന് ഐ ഡോണ്ട് എഗ്രി വിത്ത് യു. കാരണം ഞാൻ പറയാം, അവിടെ ഡെമോക്രസി കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അവിടെ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ തന്നെ ഡെമോക്രസി ലവേഴ്സും അതോടൊപ്പം തന്നെ ഷാ വളരെ മോഡേണൈസിങ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് റിലീജിയസ് ഓർത്തഡോക്സ് റിലീജിയസ് പീപ്പിൾ ഓൾസോ വെർ അഗെയിൻസ്റ്റ് ഹിം. അവരെല്ലാവരും ഒന്നിച്ചൊപ്പോസ് ചെയ്തപ്പോൾ അറ്റ് സം പോയിന്റ് ദ റിലീജിയസ് ലീഡേഴ്സ് ബിക്കെയിം ദ ഫേസ്. പിന്നീട് അവിടെ ഷായെ പുറത്താക്കിയതിനു ശേഷം അവിടെ വലിയ പ്രോസിക്യൂഷൻ നടന്നു. കമ്മ്യൂണിസ്റ്റുകളെയും അതുപോലെ തന്നെ ഡെമോക്രസിക്ക് വേണ്ടിയിട്ട്, അതായത് തിയോക്രസി ആക്കുന്നതിന് എതിർത്തവരെ ക്രൂരമായി അടിച്ചമർത്തി. അതാണ് ഞാൻ പറഞ്ഞത്, സാധാരണ എല്ലായിടത്തും നടക്കുന്നത് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഐഡിയാസിന് വേണ്ടിയിട്ടാണ് റെവല്യൂഷൻസ് നടക്കുന്നത്. റെവല്യൂഷൻ പ്രോഗ്രസീവ് ഐഡിയോളജി ആയിരുന്നു, ബട്ട് ഇറ്റ് വാസ് സംവെയർ ഹൈജാക്ട്. അപ്പം ഇത് നമ്മളൊരു ഹിസ്റ്ററിയാണ് പറഞ്ഞത്. സോ വാട്ട് വാസ് ദ ഇമ്മീഡിയറ്റ് കോസ് ഫോർ ദ കറന്റ് സിറ്റുവേഷൻ? അപ്പോൾ ഈ ഇറാനെതിരെ സാങ്ഷൻസ് ഉണ്ടായിരുന്നു. സാങ്ഷനെതിരെ ഇറാൻ പ്രതികരിച്ചതെന്ന് വെച്ചാൽ അവര് ഈ പാലസ്തീനിയൻ കോസ് ഉയർത്തിപ്പിടിച്ച് ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടാക്കി. ഇപ്പം ഇസ്രായേലിൽ തന്നെ ഗാസയിലെ ഹമാസ്, ലെബനനിലെ ഹിസ്ബുള്ള, അതുപോലെ തന്നെ യമനിലെ ഹൂത്തീസ്, ഇവരെയൊക്കെ ഇറാനാണ് ഫണ്ടും ട്രെയിനും സപ്പോർട്ടും ചെയ്തിരുന്നത്. മാത്രമല്ല ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആകാൻ ശ്രമിച്ചു. അപ്പോൾ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. യു എസ് എന്ത് ചെയ്തു, യു എസും വെസ്റ്റേൺ പവേഴ്സ് ഇത് കണ്ടുപിടിച്ചു. IAEA ഇതിൽ റിപ്പോർട്ട് കൊടുത്തു. പക്ഷെ ബറാക്ക് ഒബാമയുടെ കാലത്ത് ഒരു ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ JCPOA എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് സെക്യൂരിറ്റി കൗൺസിലെ 5 മെമ്പേഴ്സും ജർമ്മനിയും ഇറാനും തമ്മിൽ ഒപ്പിടുന്നു. അതനുസരിച്ച് ഇറാൻ എന്ത് ചെയ്യുന്നു, അവരുടെ യുറാനിയം എൻറിച്ച്മെന്റ് കുറയ്ക്കുന്നു. അതേസമയം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും സാങ്ഷൻസും കുറയ്ക്കുന്നു. പക്ഷെ ട്രംപ് വന്നപ്പോൾ, ഈവൺ ദോ ഇറാൻ വാസ് ആക്ച്വലി സ്റ്റിക്കിംഗ് ടു ദ ടേംസ് ഓഫ് ദി എഗ്രിമെന്റ്, ട്രംപ് പറഞ്ഞു ഇറാൻ എഗ്രിമെന്റ് ചെയ്യുന്നുണ്ടോ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, ഈ എഗ്രിമെന്റേ തെറ്റാണെന്നും പറഞ്ഞ് അദ്ദേഹം യൂണിലാറ്ററലി അതിൽ നിന്ന് വിഡ്രോ ചെയ്തു.
അപ്പോൾ ഇറാൻ എന്ത് ചെയ്തു, വീണ്ടും ന്യൂക്ലിയർ വെപ്പൺസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫോർ ദി അൾട്ടിമേറ്റ് എയിം ഓഫ് ക്രിയേറ്റിംഗ് എ വെപ്പൺ അത് എൻറിച്ച് ചെയ്യാൻ തുടങ്ങി. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ആയിരുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രധാന പവറായ ഇറാൻ മിലിറ്ററിലി ദേ ഹാവ് അഡ്വാൻസ്ഡ് മിസൈൽസ്. ഇപ്പൊ അമേരിക്കയിലേക്ക് എത്തുന്നില്ലെങ്കിലും പല അമേരിക്കൻ ബേസിനും ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന 1300 കിലോമീറ്ററിലേറെ പോകാൻ പറ്റുന്ന മിസൈൽസ് ഉള്ള ഒരു രാജ്യം ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്താൽ അമേരിക്കൻ അലൈസ് ആൻഡ് അമേരിക്കൻ ബേസസ് വിൽ ബി എ ത്രെറ്റ്. ആൻഡ് ഇറ്റ് വാസ് സെഡ് ദാറ്റ് ഇപ്പോൾ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒമാന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ. അപ്പൊ ആ ചർച്ചയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു സൊല്യൂഷൻ വരൂ എന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് ഒരു ആക്രമണം ഉണ്ടായി. കാരണം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇന്റലിജൻസ് പ്രകാരം 60% കൂടുതൽ എൻറിച്ച്മെന്റ് ഓൾറെഡി ഇറാൻ നടത്തി. ഇനിയിപ്പോൾ അവർക്ക് സമയം കിട്ടിയാൽ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ മേ ബി 90% എൻറിച്ച്മെന്റ് ആക്കിയാൽ ദേ കുഡ് മേക്ക് എ ബോംബ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ യൂസ് ചെയ്ത ടേം എനിക്ക് തോന്നുന്നത് പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ആയിട്ടാണ് അവർ ചെയ്തത്. സോ ഇതാണ് അതിന്റെ ഒരു ബ്രീഫ് അല്ല ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. മാഡത്തിന് എന്ത് തോന്നുന്നു ഈ ഒരു മൊത്തം വാറിന്റെ ഒരു വ്യത്യസ്തത? ഈ വാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ ഒരു രാജ്യത്തിന്റെ തലവനെ വധിച്ചു, അവരുടെ ഫസ്റ്റ് റിംഗ് ഓഫ് ലീഡർഷിപ്പ്, ഈവൻ സെക്കൻഡ് റങ്ങിനെ വരെ വൈപ്പ് ഔട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇതിന് ഈ വാറിന് അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റിന് ദർ ആർ മെനി സ്പെഷ്യാലിറ്റീസ്. അതിന് ഇക്കണോമിക് ഡയമെൻഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ പുതിയ പുതിയ ടെക്നിക്സ് ഉണ്ട് വാറിന്റെ. എന്തൊക്കെയാണ് മാമിന്റെ അറിവിൽ ഉള്ളത്? കെവിൻ പറഞ്ഞ പോലെ തന്നെ ഒരു വാർ ആകുമ്പം ആ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളെ മാത്രമല്ല, അതിന്റെ ഇമ്പാക്ട് ലോകം മുഴുവൻ ഉള്ള എല്ലാ രാജ്യങ്ങളെയും അത് എഫക്ട് ചെയ്യും. നമ്മൾ ഈ ഒരു മിഡിൽ ഈസ്റ്റേൺ ക്രൈസിസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏറ്റവും അധികം അത് ഇമ്പാക്ട് ചെയ്യുന്നത് നമ്മുടെ ക്രൂഡ് ഓയിലിന്റെ ട്രേഡിനെ തന്നെയാണ്. ഇപ്പം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത് ഇറാന്റെയും ഒമാന്റെയും ഇടയിൽ കിടക്കുന്ന ഒരു ചെറിയ ചോക്ക് പോയിന്റ് ആണ്. ലോക ക്രൂഡ് ഓയിലിന്റെ ഏറ്റവും സിഗ്നിഫിക്കന്റ് പോർഷൻ കടന്നു വരുന്ന ഒരു മേഖല കൂടിയാണ്. ഇപ്പൊ ഇന്ത്യയുടെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന 85% ഓഫ് ക്രൂഡ് ഓയിലിൽ മോർ ദാൻ 40% ആക്ച്വലി കംസ് ടു ദിസ് ട്രേഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് റൂട്ടാണ്. അപ്പം ഈ ഒരു ക്രൈസിസ് നടക്കുമ്പം സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇറാൻ ബാക്കിയുള്ള റീജിയൻസിനെ ത്രെറ്റൻ ചെയ്തത് വരെ ഈ ഒരു സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ബ്ലോക്ക് ചെയ്യപ്പെട്ട ലോക ട്രേഡിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇൻക്രീസ് വരും. ഇപ്പൊ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിന്റെ അല്ലെങ്കിൽ പെട്രോളിയം പ്രോഡക്ട്സിന്റെ പ്രൈസ് മാത്രമല്ല കൂടുന്നത്, അത് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും പ്രൈസിനെ അത് ഇൻക്രീസ് ചെയ്യാൻ കാരണമാണ്. ഇന്ത്യയുടെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു പെർ ബാരൽ ഒരു $1 റൈസ് ക്രൂഡ് ഓയിലിൽ ഉണ്ടായാൽ തന്നെ നമ്മുടെ ഇമ്പോർട്ട് ബില്ലിൽ അതൊരു 1.2 to $2 billion ഒരു ഇൻക്രീസ് ആണ് ഉണ്ടാവുക. അതായത് ഒരു ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ വെച്ചാൽ സാധനങ്ങളുടെ വില കൂടും. നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രൈസ് നമ്മൾ കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ ഡോളർ ഔട്ട്ഫ്ലോ നടക്കുന്നത് നമ്മുടെ ഇമ്പോർട്ട്സിനാണ്. അതിൽ തന്നെ ഏറ്റവും സിഗ്നിഫിക്കന്റ് പോർഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ക്രൂഡ് ഓയിൽ ട്രേഡിന് തന്നെയാണ്. അപ്പൊ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ വസ്തുക്കളുടെയും പ്രൈസ് കൂടാൻ ഉള്ളൊരു കാരണമാകും. അപ്പൊ അങ്ങനെ പ്രൈസ് കൂടുന്നത് വഴി നമ്മുടെ ചില ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് മേഖലകളെ, പ്രത്യേകിച്ച് ലോജിസ്റ്റിക്സ്, പെയിന്റ്, കെമിക്കൽസ് പോലുള്ള മേഖലകളെല്ലാം ആ ഒരു ഇൻഡസ്ട്രീസിനെ ഇത് വളരെ സിഗ്നിഫിക്കൻ്റ്ലി എഫക്ട് ചെയ്യാനായിട്ടുള്ളൊരു കാരണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അതൊരു 1.3% ഓഫ് GDP വരെ ആയി മാറാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സോ ആ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് മൈ ബി വൈഡനിങ്, ആ ഒരു ഗ്യാപ്പ് കൂടാനായിട്ടുള്ളൊരു കാരണമുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻറ്റ് എക്കണോമിക് ഇമ്പാക്ട് ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷെ ഇത് കൂടാതെ തന്നെ മറ്റ് എക്കണോമിക് ഇമ്പാക്ട്സുകളും ഉണ്ട്. ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വൈഡൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതൊരു റുപ്പി ഡെപ്രിസിയേഷൻ, നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ US ഡോളറിന് അഗൈൻസ്റ്റ് ആയിട്ട് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഇസ് ആക്ച്വലി ഡിക്രീസിങ്. ഇപ്പൊ തന്നെ ഓവർ 90 rupees ആയി കഴിഞ്ഞു. അപ്പൊ ഇതൊരു അടുത്ത് തന്നെ സെഞ്ചുറി അടിക്കും. സഞ്ജുവിന് സെഞ്ചുറി അടിക്കാൻ പറ്റിയില്ലെങ്കിൽ റുപ്പി അധികം താമസിക്കാതെ സെഞ്ചുറി അടിക്കും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു റുപ്പി ഡെപ്രിസിയേഷൻ വരുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിനെ ഇത് ബാധിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഇങ്ങനെ ഒരു റുപ്പി ഡെപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ ഇൻ അതർ ടേംസ് ഡിമാൻഡ് ഫോർ ഡോളർ ഈസ് ആക്ച്വലി ഇൻക്രീസിങ്. ഡിമാൻഡ് ഫോർ ഡോളർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ, അത് കൂടുതൽ ആൾക്കാരും നമ്മുടെ US ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുക. അപ്പൊ നമ്മുടെ ഇവിടുന്ന് FDI and FPAയുടെ ഒരു ഔട്ട്ഫ്ലോ മൈറ്റ് ഹാപ്പൻ. അതോടൊപ്പം നമ്മുടെ സ്റ്റോക്ക് പ്രൈസസിനെ അത് അഡ്വേഴ്സ്ലി ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്ററി പോളിസി, ഇപ്പം RBI തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിട്ട് വെക്കാനായിട്ടുള്ള ഒരു കാരണം കൂടിയുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ RBI തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്, RBI വിൽ കീപ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
ക്രൂഡ് ഓയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം റുപ്പി ഡെപ്രിസിയേഷൻ വരുന്നു. അത് കാരണം നമ്മുടെ ഇവിടുത്തെ ഫിസിക്കൽ പോളിസി ആൻഡ് ഫിനാൻഷ്യൽ പോളിസിയിലെല്ലാം മാറ്റങ്ങൾ വരും. ഇതുപോലെ തന്നെയാണ് ഓരോ രാജ്യങ്ങളെയും അത് ആക്ച്വലി എഫക്ട് ചെയ്യും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു റുപ്പി ഡെപ്രിസിയേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചസിനെ അതിന് കാര്യമായിട്ട് അത് ബാധിക്കും. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിൽ ഒരു ഫോൾ വരാനായിട്ടുള്ളൊരു സാധ്യത കൂടിയുണ്ട്. പിന്നെ ഒരു റുപ്പി ഡെപ്രിസിയേഷൻ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്ന മറ്റു ചില മേഖലകൾ കൂടിയുണ്ട്. അതായത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ IT സെക്ടേഴ്സ്, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിനെ എല്ലാം ഇത് പോസിറ്റീവ്ലി എഫക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. കാര്യം എക്സ്പോർട്ട് ഓറിയന്റഡ് സെക്ടേഴ്സിനെ ദിസ് വിൽ ആക്ച്വലി ബെനിഫിറ്റ് റുപ്പി ഡെപ്രിസിയേഷൻ. പക്ഷേ ഈ ഒരു വാർ സിനാരിയോയിൽ എത്രമാത്രം എക്സ്പോർട്ട് നടക്കും എന്നുള്ളത് ദാറ്റ്സ് ആക്ച്വലി എ ക്വസ്റ്റ്യൻ. പിന്നെ ഇത് ബാധിക്കുന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ റെമിറ്റൻസസിനെയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ റെമിറ്റൻസസ് വരുന്നത് GCC കൺട്രീസിൽ നിന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു വാർ ക്രൈസിസിൽ പൊതുവെ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ അൺഎംപ്ലോയ്മെന്റ് കൂടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളപ്പം അവിടെ നിന്നുള്ള റെമിറ്റൻസസ് കുറയാനായിട്ട് അപ്പൊ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളെയും കൂടിയാണ്. അപ്പൊ ഇതാണ് ഒരു എക്കണോമിക് ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇൻക്രീസ് വരുന്നത് കൊണ്ട് എല്ലാ രാജ്യങ്ങളെയും അത് എഫക്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈന ഒരു ചീപ്പ് ക്രൂഡ് ഓയിലിന്റെ പർച്ചേസർ ആണ്. അപ്പൊ അവർ മുമ്പ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് വെനസ്വേലയിൽ നിന്നാണ്. പിന്നീട് അവരുടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്തിരുന്നത് ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ആയിരുന്നു. ഈ രണ്ട് രാജ്യങ്ങളും ആക്ച്വലി അണ്ടർ ത്രെറ്റ് ആണ് ഇപ്പം. അപ്പൊ ഇത് ചൈനയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാൾ ഏറെ ഇതിനൊരു ഇമ്പാക്ട് ഉണ്ടാക്കുക ഈ ഒരു ട്രംപ് ആക്ച്വലി ഒരു ബുദ്ധിമാനാണോ? വെനിസ്വേലയും ഇറാനെ അറ്റാക്ക് ചെയ്യുന്ന വഴി ചൈനയുടെ എക്കോണമിനെയാണോ ട്രംപ് ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്? ട്രംപ് ടാർഗറ്റ് ചെയ്യുന്നത് ചൈനീസ് ആൻഡ് റഷ്യൻ ഇൻഫ്ലുവൻസസ് ആ റീജിയനിൽ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ട്രംപിന് ഒരു കാരണവശാലും ഇവരുമായിട്ട് ഇപ്പൊ എത്ര ചർച്ചകളൊക്കെ ചെയ്താലും ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് അത് ഒന്നിച്ചു പോയില്ല. അപ്പൊ ആ ഒരു സംഭവം അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഇത്ര പെട്ടെന്നുള്ള ഒരു അറ്റാക്സ്, ബാക്ക് ടു ബാക്ക് അറ്റാക്സ് വരുന്നതിന്റെ പിന്നിൽ അത്തരത്തിലുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് കാണാം. അതിനൊരു പോസിബിലിറ്റി ഉണ്ട് അവിടെ. അപ്പോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ റഷ്യ പറഞ്ഞതുകൊണ്ടാണ്, ബട്ട് ബ്രിക്സ് പ്ലസിലെ അംഗമാണ് ഇറാൻ, ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിലും അംഗമാണ് ഇറാൻ. അപ്പോ മാത്രമല്ല, ഇപ്പൊ ഇറാന്റെ ഒരു ഷിപ്പ് INS ദേന നമ്മളുടെ ഇവിടുന്ന് ഫ്ലീറ്റ് റിവ്യൂ കഴിഞ്ഞു പോയപ്പോൾ ശ്രീലങ്കൻ തീരത്ത് നിന്ന് മുക്കി. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ ഇന്ത്യക്ക് കാര്യമായി പ്രതികരിക്കാൻ പറ്റുന്നില്ല. കാരണം അമേരിക്കനെയും ഇസ്രായേലിനെയും വെറുപ്പിക്കാൻ പറ്റുന്നില്ല. ഇസ്രായേലിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്ത് രണ്ടാമത്തെ ദിവസം ആയപ്പോഴാണ് ഈ അറ്റാക്ക് നടന്നത്. അമേരിക്ക ആയിട്ട് ഇപ്പൊ ജസ്റ്റ് ഒരു കരാർ ഒപ്പിട്ടു. പക്ഷെ ഇറാനിലെ ചബഹാർ പോർട്ടിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഓൾമോസ്റ്റ് ഡിസ്ട്രോയിഡ്. പക്ഷെ റഷ്യ, ഇറാൻ എന്നൊക്കെ പറയുന്ന ഇന്ത്യയുടെ ഒരു ട്രഡീഷണൽ അലൈസ് ആണ്. ഇന്ത്യ ഇത് എല്ലാത്തിന്റെ ഇടയ്ക്ക് ഒരു ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ ഡീപ് സീ എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനിലായോ? തീർച്ചയായിട്ടും ആയിട്ടുണ്ടല്ലോ. കാരണം ഇപ്പൊ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഒരു ഷിപ്പ്, ഇറാന്റെ ഒരു ഷിപ്പ് കൊച്ചിയിലെ അടുത്ത് INS ദേനേനെ മുക്കിയതിനു ശേഷം നമ്മളൊരു ഷിപ്പിന് അഭയം കൊടുത്തു. അതെ. അപ്പൊ ഇതെന്നൊക്കെ പറയുന്നത് നമുക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ റൈറ്റ് നൗ ഇന്ത്യയുടെ മുമ്പിലുണ്ട്. നമുക്ക് അവരെ പിണക്കാനും പറ്റില്ല, എന്നാൽ നമ്മുടെ ഒരു ലോങ് ടേം നിലയായിരുന്ന ഇറാനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യ റിസോർട്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് സൈലൻസ് ആണ്. അപ്പൊ കെവിന് തോന്നുന്നുണ്ട് ഒരു ഇന്റർനാഷണൽ അഫയേഴ്സിൽ സ്ട്രാറ്റജിക് സൈലൻസ് ഇസ് എ ഗുഡ് സ്ട്രാറ്റജി? നമ്മൾ ഇന്ത്യ ഒന്നുമല്ലാതിരുന്ന കാലത്ത്, നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ കാലത്ത്, അതായത് നമുക്ക് ജസ്റ്റ് ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പം നാം തുടങ്ങി ഗ്ലോബൽ പവേഴ്സിന്റെ മുമ്പിൽ ഇൻഡിപെൻഡന്റ് ആയി സ്റ്റാൻഡ് എടുത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ ഒരു ഡോക്ടറുണ്ട്, സാഗർ ഡോക്ടറൈൻ, സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ദ റീജിയൻ, അല്ലെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. അതേപോലെ തന്നെ ഇന്ത്യ പറയുന്നത് നമ്മൾ ഇന്ത്യൻ ഓഷനിലെ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആയിരിക്കുന്നു. ഇങ്ങനെ ഒരു പാരമ്പര്യമുള്ള ഈ സാഗർ ഡോക്ടറൈൻ കൊണ്ടൊരു നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആവുമെന്ന് പറയുന്ന ഒരു രാജ്യത്തിന്, ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, ഇന്ത്യൻ ഓഷനിൽ ഇതുപോലെ നമ്മുടെ ഫ്ലീറ്റ് റിവ്യൂ കഴിഞ്ഞ് തിരിച്ചു പോയൊരു ഷിപ്പിനെ മുക്കിയിട്ടും ഒന്നും പറയാൻ പറ്റാതിരിക്കുന്നത്, എനിക്ക് തോന്നുന്നത് അതൊരു സ്ട്രാറ്റജിക് ഫെയിലിയർ ആണെന്നാണ്. ഈവൻ ദോ നമ്മുടെ ഫോറിൻ സെക്രട്ടറി ഇറാനിയൻ എംബസിയിൽ ചെന്ന് അയത്തുള്ള കൊമേനിയുടെ മോർണിംഗ് ഇവന്റിൽ പങ്കെടുത്ത് അവരുടെ ബുക്കിൽ എന്തൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും മാത്രമല്ല, ഇപ്പോൾ അമേരിക്ക പറഞ്ഞത് ഇന്ത്യക്ക് ഓയിൽ ക്രൈസിസ് ഉള്ളതുകൊണ്ട് തന്നെ, നമ്മുടെ റിസർവ്സ് കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കാൻ 30 ദിവസത്തെ അനുവാദം തരുന്നു.
as if we are not a sovereign country. So എനിക്ക് overall I'm not satisfied with the kind of response we have given to this this whole episode. Okay. But maybe പോളിസി മേക്കേഴ്സിന് അറിയാം, നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ജഡ്ജ് ചെയ്യുന്ന പോലെയല്ല, പോളിസി മേക്കേഴ്സിനാണ് അതിന്റെ കൂടുതൽ വശങ്ങൾ അറിയുന്നത്. ബട്ട് മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഇസ് ദാറ്റ് ഇന്ത്യ ഹാസ് നോട്ട് സ്റ്റുഡ് അപ്പ് ടു ദി എക്സ്പെക്ടേഷൻസ് ഓഫ് ദി വേൾഡ്. അതുപോലെ തന്നെ ഈ ഒരു വാറിന്റെ ഏറ്റവും ഒരു പെക്യുലർ ഫീച്ചർ എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഒരു വാർ വരുന്ന സമയത്ത് ഒരു രാജ്യത്തിന്റെ ട്രഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അത് പൈപ്പ് ലൈൻ, പോർട്ട്, അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് ഏറ്റവും ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത്. ഇവിടെ അത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വെർ ആക്ച്വലി ടാർഗറ്റഡ്. പക്ഷെ അതോടൊപ്പം തന്നെ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ വാസ് ഓൾസോ ടാർഗറ്റഡ്. നമ്മുടെ ആമസോൺ വെബ് സർവീസസിന്റെ പ്രധാനപ്പെട്ട 2 ഓഫീസുകളിൽ, UAE-യിലും ബഹ്റൈനിലുള്ള 2 ഓഫീസസ് വെർ ഓൾസോ ടാർഗറ്റഡ്. അങ്ങനെ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, കാര്യം ഇപ്പോൾ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ ഇക്കോണമിയുടെ ഒരു സിഗ്നിഫിക്കൻറ്റ് പില്ലർ എന്ന് പറയുന്നതാണ് ഈ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ ഇ-കോമേഴ്സ് ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, മിലിറ്ററി ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, എവറിത്തിങ് ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ ദിസ് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ റൈറ്റ് നൗ. അപ്പൊ അത്തരത്തിലുള്ളൊരു ആക്രമണം, അത് ഡ്രോൺ അറ്റാക്കിൽ, ഇറാന്റെ ഡ്രോൺ അറ്റാക്കിലാണ് അത് തകർന്നത്. അപ്പോൾ അതായത് പണ്ട് നമ്മളിപ്പം ഇസ്രയേല് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേർഡ് ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് യൂസ് ചെയ്ത് ഇറാന്റെ ടോപ്പ് ന്യൂക്ലിയർ സയന്റിസ്റ്റിനെ വധിച്ച കാര്യമൊക്കെ നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പേ ന്യൂസിൽ കണ്ട കാര്യമാണ്. അപ്പൊ ഇസ്രയേലിന്റെ US-ന്റെ ഭാഗത്തു നിന്നുള്ള അത്തരത്തിലുള്ള മോഡേൺ വാർഫെയർ ടെക്നോളജീസ് ഇറ്റ്സ് ആക്ച്വലി നോട്ട് എ സർപ്രൈസ് ഫോർ ദ വേൾഡ്. പക്ഷെ ഇറാന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഒരു കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതൊരു സർപ്രൈസിങ് ആയിട്ടുള്ള ഇവന്റ് ആയിട്ട് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തു. തീർച്ചയായിട്ടും ഇറാൻ എന്ന് പറഞ്ഞ ലോക ജനതയെ ഇപ്പം സർപ്രൈസ് ചെയ്യാണ്. നമ്മൾ വിചാരിച്ചു 48 hours അല്ലെങ്കിൽ 72 hours പരാജയപ്പെടും എന്ന് വിചാരിച്ച ഇറാൻ അവരുടെ ഈ ചീപ്പ് ഷഹീദ് ഡ്രോൺസ്, കാമക്കാസി ഡ്രോൺസ് വഴി, അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈൽസ് വഴി, ആക്ച്വലി ദ വാർ ഇസ് അസിമെട്രിക്. ഇസ്രായേൽ അമേരിക്ക ഒന്നിച്ചാൽ ഇറാൻ ഒരു മിലിറ്ററി പവറേ അല്ല. പക്ഷെ എന്നാൽ ഈ അസിമെട്രിക് വാർഫെയറിലും സാച്ചുറേഷൻ, അതായത് ഓവർവെൽം ചെയ്യുന്ന രീതിയിൽ, എനിമി ഡിഫൻസസിനെ, എയർ ഡിഫൻസസിനെ ഓവർവെൽം ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, ഡ്രോൺസും സ്വാം ഓഫ് ഡ്രോൺസ് അതേപോലെ തന്നെ മിസൈൽസും അയച്ച് ഓവർവെൽം ചെയ്ത് 100 എണ്ണം വീഴുമ്പോൾ ഒരു 10 എണ്ണം വീണാൽ പോലും വലിയ ഡാമേജ് ആണ് ഇസ്രായേലിനും അതുപോലെ അമേരിക്കൻ അലൈസിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ പറഞ്ഞതുപോലെ ഈ AI അങ്ങനത്തെ സംവിധാനം ഉപയോഗിച്ച് മുമ്പ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇസ്രായേലിനെയും അമേരിക്കയും അവരുടെ അതേ, നമ്മൾ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമർപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ അതേ മെത്തേഡ് ഉപയോഗിച്ച് അവർ അറ്റാക്ക് ചെയ്യുന്ന ഇറാൻ ദേ ഹാവ് സം സർപ്രൈസസ് അല്ലേ, നമ്മുടെ ഒരു up their sleeves, they had some surprises up their sleeves. So ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ആര് സർപ്രൈസ് ചെയ്യുന്നു? യുദ്ധത്തിൽ ആരും കേമന്മാരില്ല, യുദ്ധത്തിൽ ആരും ജയിക്കുന്നുമില്ല. അൾട്ടിമേറ്റ്ലി 2 ജനതയും അതുപോലെ ലോകത്തെ തന്നെ അത് ബാധിക്കും. ഇത് മുമ്പോട്ട് പോയിട്ട് എന്ത് സംഭവിക്കും അറിയില്ല. നിത്യക്ക് എന്ത് തോന്നുന്നു, എന്തായിരിക്കും ഈ വാട്ട് ഹോൾഡ്സ് ദ ഫ്യൂച്ചർ? എനിക്ക് എന്താണ് തോന്നുന്നത് എന്നതിനേക്കാൾ ഉപരി ഒരു മാസീവ് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. ഇപ്പം UN ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 2 ക്ലോസ് 4 പ്രകാരം ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി, അവരുടെ പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസിനെ ത്രെറ്റൻ ചെയ്യുന്ന രീതിയിൽ മറ്റ് മെമ്പർ സ്റ്റേറ്റ്സ് ഫോഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ക്ലോസ് ഉണ്ട്. അതോടൊപ്പം തന്നെ UN സെക്യൂരിറ്റി കൗൺസിലിൽ നിന്ന് മാത്രമേ അത്തരത്തിലുള്ളൊരു ഫോഴ്സ് യൂസ് ചെയ്യാനായിട്ട് ഓത്തറൈസ് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നുള്ളൊരു കാര്യം UN ചാർട്ടറിൽ പറയുന്നുണ്ട്. വളരെ എവിഡൻലി ഇതിന്റെ ഒരു വയലേഷൻ ആണ് ഇപ്പം ആക്ച്വലി നടന്നത്. അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 51 അതിനൊരു എക്സംഷൻ കൊടുക്കുന്നുണ്ട്, സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് ഒരു രാജ്യത്തിന് ഫോഴ്സ് യൂസ് ചെയ്യാം എന്നുള്ളത്. പക്ഷെ ഇവിടെ ഒരു സെൽഫ് ഡിഫൻസ് അല്ല ഇവിടെ നടന്നത്. അതുകൊണ്ടാണ് അമേരിക്ക പ്രീ എംപ്റ്റി സ്ട്രാറ്റജി, അതായത് നമ്മളൊരു പൊട്ടൻഷ്യൽ ത്രെറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു സർപ്രൈസ് അറ്റാക്ക്, അതാണ് പ്രീ എംപ്റ്റി സ്ട്രാറ്റജി. അങ്ങനെ ഒരു പ്രീ എംപ്റ്റി സ്ട്രാറ്റജി എന്ന നിലയ്ക്കാണ് അമേരിക്കയും ഇസ്രയേലും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയത്. ഈ ഒരു എൻറ്റയർ വാർ സിനാരിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച അല്ലെങ്കിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇറാനിലെ ഒരു സ്കൂള്, ഒരു ഗേൾസ് സ്കൂള് ഇസ്രയേൽ ടാർഗറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോയുടെ 4 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ 4 പ്രിൻസിപ്പിൾസിൽ ഒന്നായ പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്റ്റിങ്ഷൻ, ആ പ്രിൻസിപ്പിളാണ് ആക്ച്വലി വയലേറ്റ് ചെയ്യപ്പെട്ടത്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്റ്റിങ്ഷൻ പറയുന്നത്, നമ്മളിപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിൽ വാറിലാണെങ്കിൽ ആ രാജ്യങ്ങൾ തമ്മിൽ ക്ലിയർലി നമ്മുടെ മിലിറ്ററി ടാർഗറ്റ്സ് ഏതാണ്, സിവിലിയൻ ടാർഗറ്റ് ഏതാണ്, ഇത് തമ്മിൽ ക്ലിയർലി ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. ആ ഒരു ഡിസ്റ്റിങ്ഷൻ ആക്ച്വലി ഇവിടെ നടന്നിട്ടില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടാർഗറ്റ് അത് മിലിറ്ററി ആണോ സിവിലിയൻ ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ സിവിലിയൻ ടാർഗറ്റ്. അങ്ങനെയാണ് ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ പറയുന്നത്. അപ്പൊ ഇവിടെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ജസ്റ്റിഫിക്കേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ സ്കൂൾ അല്ല ടാർഗറ്റ് ചെയ്തത്, ഈ സ്കൂളിന്റെ അടുത്തുള്ള നമ്മുടെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഒരു യൂണിറ്റ് ആണ് അവർ ടാർഗറ്റ് ചെയ്തത്. പക്ഷെ ഇൻസിഡന്റ്ലി ഇത് ഇവിടെ വന്ന് വീണതാണ്
എന്നുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ ആണ് ഇസ്രയേൽ ആക്ച്വലി കൊടുത്തത്. അതിനിടയിൽ ട്രംപ് ഇന്നലെ വേറൊരു കാര്യം പറഞ്ഞു. അത് ഇസ്രായേലും അല്ല, ഇസ്രായേൽ അങ്ങനെ ജസ്റ്റിഫൈ ചെയ്തതിനു ശേഷം ട്രംപ് പറഞ്ഞു അത് ഇസ്രായേലും അല്ല, അമേരിക്കയും അല്ല, ഇറാൻ തന്നെ ബോംബിട്ടിട്ട് ഇറാൻ ഇപ്പൊ പറയുന്നു ഞങ്ങൾ ബോംബിട്ട, ഇറാന്റെ ബോംബിന് അക്യുറസി ഇല്ല, അതുകൊണ്ട് ഇറാൻ ഇട്ട ബോംബ് തന്നെയാണ്. അതായത് ഇപ്പൊ ഇൻസിഡന്റ്ലി അങ്ങനെ സംഭവിച്ചാൽ പോലും ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ പ്രകാരം ബാക്കിയുള്ള 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് മിലിറ്ററി നെസസിറ്റി ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് പ്രിക്കോഷൻ. അതായത് ഇപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ട് വേണം ഇങ്ങനൊരു അറ്റാക്ക് നടത്താൻ. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രിക്കോഷൻ എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് മിലിറ്ററി നെസസിറ്റി എന്ന് പറയുന്നത് ആ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു എന്ന് തോന്നിയാൽ മാത്രമേ അത് അറ്റാക്ക് ചെയ്യാൻ പാടുള്ളൂ. പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണാലിറ്റി പറയുന്നത് നമ്മൾ എന്ത് ത്രെറ്റിനെയാണോ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടില്ല നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഡിസ്ട്രക്ഷൻ. അപ്പൊ പക്ഷെ ഈ ബാക്കി 3 പ്രിൻസിപ്പിൾസും വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരുന്നു അവിടെ. അപ്പൊ ഈ റോം സ്റ്റാറ്റ്യൂട്ട് പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു സിവിലിയൻ യൂണിറ്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിങ്സ് ഓഫ് എഡ്യൂക്കേഷനോ ടാർഗറ്റ് ചെയ്യപ്പെട്ട ഇറ്റ് ഇസ് ട്രീറ്റഡ് ആസ് എ വാർ ക്രൈം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഇന്റർനാഷണൽ ലോസിന്റെ ഒരു വയലേഷൻ ആണ് ആക്ച്വലി മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വാർ ക്രൈംസിന്റെ സ്പെഷ്യലിസ്റ്റ് ആയ ഇസ്രായേൽ പങ്കാളിയായ ഒരു യുദ്ധത്തിൽ പിന്നെ നമുക്ക് വേറെന്ത് എക്സ്പെക്ട് ചെയ്യാം? യുഎന്നിന്റെ സ്കൂള്, UN ഡെസിഗ്നേറ്റഡ് ഹോസ്പിറ്റൽസിനെ ഗാസയിലും ലെബനനിലും ഒക്കെ ബോംബ് ചെയ്യുന്ന, UN പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ മേൽ ഫയർ ചെയ്യുന്ന ഇസ്രായേലി ഫോഴ്സസ് പാർട്ടായ ഒരു അറ്റാക്കിൽ ദിസ് ഇസ് ഓൺലി എക്സ്പെക്ടഡ് അല്ലേ? So what do you think is the future of this war? യെസ്, എനിക്ക് തോന്നുന്നു 3 ഔട്ട്കം ആണ് ഈ വാറിൽ വരാൻ സാധ്യതയുള്ളത്. ഒന്നാമത്തെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അമേരിക്ക വിചാരിക്കുന്ന പോലെ ഒരു റെജിം ചേഞ്ച് കൊണ്ടുവന്നേക്കാം, ഈവൻ ദോ ദ പോസിബിലിറ്റി ഈസ് ഹൈലി അൺലൈക്ലി ഗിവൺ ഹൗ ബിഗ് ഇറാൻ ഈസ് ആൻഡ് ഹൗ സ്ട്രോങ് ദി ഇറാനിയൻ ആർമി ഈസ് ആൻഡ് ദ പീപ്പിൾ. ഓക്കെ, പക്ഷെ അങ്ങനെ വന്നാൽ ഒരു അമേരിക്കയുടെ ഒരു പപ്പറ്റ് റെജിമിനെ അവിടെ പ്ലേസ് ചെയ്യാം. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ത് ചെയ്യാം? അമേരിക്ക പൂർണ്ണമായി പരാജയപ്പെട്ട് വിയറ്റ്നാമിലെ പോലെ പിന്മാറി ഇറാനിൽ എന്ത് വരാം? കുറച്ചും കൂടെ ഹാർഡ് ലൈൻ ക്ലറിക്സിന്റെ, അതായത് വീണ്ടും ഇറാനിലെ സെയിം സിസ്റ്റം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഇടയ്ക്ക് ഇറാനിൽ കുറച്ച് പ്രോഗ്രസീവ് വോയിസസ് ഒക്കെ വന്നിരുന്നു, അതിനെ അടിച്ചമർത്തപ്പെടുകയൊക്കെ ചെയ്തു. ഈവൻ അവരും കൂടെ സൈലൻസ് ചെയ്യപ്പെട്ട് കുറച്ചും കൂടെ ഹാർഡ് ലൈൻ ആയിട്ടുള്ള ആന്റി ഇസ്രായേൽ, ആന്റി അമേരിക്കൻ റെജീം വരാം. ഓക്കെ, മൂന്നാമത്തെന്ന് പറഞ്ഞൊരു മിഡിൽ പാത്ത് ആണ്. സോ വാർ മേ പ്രൊലോങ്. അങ്ങനെ രണ്ടുപേരും നെഗോഷിയേറ്റിംഗ് ടേബിളിൽ വന്നിട്ട് ഒരു ഒരു എലീറ്റ് ഡെമോക്രസി അവിടെ വരാം. പക്ഷെ ഒരു ഡെമോക്രസി സപ്പോർട്ട് ചെയ്യുന്ന ഒരു എലീറ്റും അതേസമയം പാരലലി ക്ലറിക്സും വരുന്ന, പക്ഷെ സുപ്രീം ലീഡറിന്റെ പവേഴ്സ് ഇത്തിരി കുറച്ചുകൊണ്ട് അത് കംപ്ലീറ്റ് ന്യൂക്ലിയർ അംബീഷൻ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഇറാൻ. പക്ഷെ അങ്ങനെയുള്ള ഇറാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് എ ടിക്കിംഗ് ടൈം ബോംബ്. കംപ്ലീറ്റ് ഡിഫീറ്റ് ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ച് ഇറാനിൽ എന്ത് സംഭവിക്കാം? വീണ്ടും ഒരു ഇസ്ലാമിക് റെജീം വരാം. അപ്പോൾ ഈ 3 പ്രോബബിൾ ഔട്ട്കംസ് ആണ് വരാൻ സാധ്യതയുള്ളത്. സോ തേർഡ് വൺ വന്നാൽ വേൾഡ് വുഡ് ബി അറ്റ്ലീസ്റ്റ് ഒരു സ്ലൈറ്റ്ലി ബെറ്റർ. കാരണം നമ്മൾ എത്ര പറയുമ്പോഴും ദി ഇറാനിയൻ റെജീം ഈസ് ഓൾസോ വെരി ബ്രൂട്ടൽ. അപ്പോൾ രണ്ട് മോശക്കാരിൽ ആരാണ് മോശക്കാരെന്നുള്ള മത്സരമാണ് ഇറാനും അമേരിക്കയും തമ്മിൽ. പക്ഷെ രണ്ടുപേരും കൂടെ ചേർന്ന് അറ്റ്ലീസ്റ്റ് തെറ്റില്ലാത്ത ഒരു ഭരണം കൊണ്ടുവരട്ടെ എന്ന് ആണ് എന്റെ ആഗ്രഹം. എത്രയും പെട്ടെന്ന് നടക്കും. അതെ. ഈ വാർ ഇങ്ങനെ പ്രൊലോങ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ഇവിടുത്തെ എല്ലാ സപ്ലൈസ് ഓഫ് ഫുഡ്, അതുപോലെ തന്നെ പെട്രോൾ, ഇതിന്റെ എല്ലാത്തിന്റെ തന്നെ ഗ്യാസിന്റെ വില വർദ്ധിച്ചു. പെട്രോളിന്റെ വില വർദ്ധിപ്പിക്കും എന്ന് പറയുന്നു. നമ്മുടെ സ്ട്രാറ്റജിക് ഓയിൽ റിസർവ്സ് വളരെ 10-50 ദിവസത്തിന് താഴെ ഉള്ളതേ ഉള്ളൂ. അതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ എത്രയും വേഗം വാർ നിർത്തുന്നതാണ് എല്ലാവർക്കും, ലോകത്തിലെ എല്ലാവർക്കും ആക്ച്വലി നല്ലതെന്ന് തോന്നുന്നു. വേൾഡ് കൺട്രീസ് മാത്രമല്ല, ഈ വാർ നിർത്തി കഴിഞ്ഞാലേ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോഡ്കാസ്റ്റ് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ വാറുമായി ബന്ധപ്പെട്ട് പോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അങ്ങനെ വരാതിരിക്കട്ടെ. അപ്പൊ നെക്സ്റ്റ് ടൈം പോഡ്കാസ്റ്റിനും വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് എത്താൻ കഴിയട്ടെ എന്ന് വിചാരിക്കും അല്ലേ? താങ്ക് യു. Gallant IAS, chasing your passion to ace.